പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മെയ് മാസം 16 ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി. കഴിഞ്ഞ പകൽക്കാലത്തെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കി. കഴിഞ്ഞ പകൽക്കാലം എല്ലാ കാര്യങ്ങളിലും കർത്താവ് കൂടെയിരുന്നു. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചു, രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചു, നമ്മുടെ ആവശ്യങ്ങളിൽ കൂട്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് സഭായോഗത്തെ അനുഗ്രഹമാക്കി തീർത്തു. എല്ലാത്തിനും കാര്യങ്ങൾ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രിയിൽ നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചു. ദൈവകൃപയാൽ സ്വസ്ഥമായി ഉറങ്ങി ഉണരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട്, രാത്രിയുള്ള ദൈവിക പരിപാലനത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം. കർത്താവെ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം. ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ഈ പകൽക്കാലവും ക്രിസ്തയേശുവിൽ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം. ആമേൻ. നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നതിന് സ്തോത്രം. ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം. ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്നതിന് സ്തോത്രം. കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിന് നന്ദി. അങ്ങ് ഞങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. 148 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞു: യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ കർത്താവിനെ സ്തുതിപ്പീൻ. 4 വാക്യം പറയുന്നു: സ്വർഗാദി സ്വർഗവും ആകാശത്തിന് മീതെയുള്ള വെള്ളവും ആയുള്ളവയെ കർത്താവിനെ സ്തുതിപ്പീൻ. 11, 12, 13. ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും, ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും, യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്. കർത്താവിൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കും. നമുക്ക് ഒരുമിച്ച് കാര്യങ്ങളെ ഉയർത്തി ഒന്നുകൂടെ കർത്താവിനൊന്ന് സ്തോത്രം പറയാം. സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവെ അങ്ങനെക്ക് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി. ആമേൻ. ഇന്ന് വരെ എത്തിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. അപ്പോൾ ഞാനായിരിക്കുന്നത് കൃപയാലാണ്, ഞാനായിരിക്കുന്നത് കൃപയാലാണ്. ആമേൻ. ഞാൻ ഇന്നായിരിക്കുന്നത് കൃപയാലാണ്. അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരെയും വ്യക്തിപരമായി അപ്പാ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരുത്തരുടെ ആവശ്യങ്ങളിലും അങ്ങയുടെ അങ്ങയുടെ കരമുണ്ടാകണമേ. പ്രത്യേകിച്ച് കർത്താവെ, വയറിനകത്ത് അസ്വസ്ഥത വന്ന് ഡൈജഷൻ പ്രോബ്ലം ഉണ്ടായി, വയറ്റിൽ നിന്നൊക്കെ പോകുവാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ച് കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലമൊക്കെ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഈ പ്രഭാതം ഞങ്ങൾ പ്രാർത്ഥിക്കുക. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഡൈജഷൻ നോർമലാകട്ടെ, എല്ലാ കോൺസ്റ്റിപ്പേഷനും മാറിപ്പോകട്ടെ. ദൈവകൃപ കർത്താവെ തൻ്റെ മക്കളുടെ മേൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രഗ്നൻസിയിലിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന സഹോദരിമാരെ ഞങ്ങൾ ഓർക്കുക. ആ പ്രഗ്നൻസിയിൽ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. ദൈവിക അത്ഭുതം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ റുമറ്റോയിഡ് ആർത്രൈറ്റിസിനാൽ, ജോയിൻറ്റ് പെയിൻസിനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ആമേൻ. ഈ പ്രഭാതത്തിൽ കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ജോലി അനുഗ്രഹമായി ചെയ്യുവാൻ അവരെ സഹായിക്കണം. ജോലിയിൽ അവർക്ക് യേശുവിൻ്റെ നാമത്തിൽ ഉയർച്ച കൊടുക്കണം. അതുപോലെ കർത്താവേ, ബിസിനസ് ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു. അവർക്ക് ബിസിനസ്സിൽ അഭിവൃദ്ധിയും മുന്നേറ്റവും കൊടുത്ത് അനുഗ്രഹിക്കണം. അതുപോലെ കർത്താവേ, ജോലിയില്ലാത്തവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക. ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ, അങ്ങനെ കരം അവർക്ക് വേണ്ടി നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതുപോലെ കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവരെ അനുഗ്രഹിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും. നാളത്തെ സഭായോഗം, ഞായറാഴ്ചത്തെ സഭായോഗം ലോകവ്യാപകമായി ഒരു ഉണർവിന് കാരണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയിൽ എല്ലാവരെയും കർത്താവ് പുതിയുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് എല്ലാവരെയും വ്യക്തിപരമായി ഈ പകൽക്കാലം ഗൈഡ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം യേശു പറഞ്ഞതായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും
വഴി നടത്തും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നത് നമ്മളെ സത്യത്തിൽ വഴി നടത്തുവാൻ. ആമേൻ. സത്യമെന്ന് ഞാൻ തന്നെ വഴിയും സത്യവുമാകുന്നു എന്നാണ് യേശു പറഞ്ഞു. അപ്പോൾ സത്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകതയാണ്, ദൈവാത്മാവ് ഒരാളിൽ പ്രവർത്തിക്കുമ്പോൾ ആമേൻ ആദ്യം സംഭവിക്കുന്നത് പുറമേ ഉള്ള മാറ്റങ്ങളല്ല. ചിലപ്പോൾ അന്യഭാഷകളിൽ സംസാരിച്ചെന്നിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൃപകളൊക്കെ ചൊല്ലിച്ചെന്നിരിക്കും. പക്ഷേ അതിലുപരിയായി ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ് പരിശുദ്ധാത്മാവ് ആദ്യമേ മാറ്റം വരുന്നത്. ആദ്യത്തെ മാറ്റം വരുന്നത് ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്താണ്. ആന്തരികമായ മാറ്റം, സ്വഭാവത്തിനകത്ത് രൂപവൽക്കരണം ചെയ്യും. കാരണം ദൈവിക അനുഗ്രഹത്തെ ചുമക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ആ ആഴങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ആമേൻ നമ്മുടെ സ്വഭാവത്തിനകത്ത് വ്യക്തിപരമായ മാറ്റങ്ങൾ, രൂപാന്തരങ്ങൾ ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവാത്മാവ് ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ സ്വഭാവത്തെ ആമേൻ കറക്റ്റ് ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് അതിനെന്നാ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിച്ച് തരാൻ തുടങ്ങും. യേശു പറഞ്ഞ കാര്യങ്ങൾ, അവൻ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ തക്കവണ്ണം നമ്മളെ ഓർമ്മപ്പെടുത്തും. നമ്മുടെ ഓരോ സമയങ്ങളിലും നമ്മളോട് പറയും ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, അല്ലെങ്കിൽ തിരുവെഴുത്തിൽ ഇങ്ങനെ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കള്ളം പറയാൻ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പറയും കള്ളം പറയണ്ട എന്ന് പറയും. പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുകയല്ല, പക്ഷേ പരിശുദ്ധാത്മാവ് നമുക്കൊരു ഒരു ഇൻറ്റിമേഷൻ തരും. അത് നമ്മളെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത്. ഇപ്പം നമുക്കൊരാളോട് വൈരാഗ്യത്തോടിരിക്കും, അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും വൈരാഗ്യം പാടില്ല, വൈരാഗ്യം നമുക്ക് മറ്റൊരാളോട് ഉണ്ടാകാൻ പാടില്ല, ഒരാളോട് കോപം ഉണ്ടാകാൻ പാടില്ല, പിണക്കമുണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ കുറ്റം പറയുന്ന സ്വഭാവമുള്ളവരുണ്ട്. അപ്പം കുറ്റം പറയുമ്പോഴത്തേനും പരിശുദ്ധാത്മാവ് നമ്മളോട് നീ പറയുന്നത് ശരിയല്ല, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ദൈവിക അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിൽക്കണമെങ്കിൽ, ദൈവിക അഭിഷേകത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു നമ്മുടെ മേൽ വന്നിരിക്കുക, ആ ഹയർ ബ്ലെസ്സിങ്സിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ അതെങ്ങനെ ദൈവാത്മാവ് എങ്ങനെയാണ് ചെയ്യുന്നത്? അത് ദൈവാത്മാവിനാണ് നമ്മളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും. അപ്പം നമ്മൾ കർത്താവിൻ്റെ ആത്മാവിനോട് നമ്മൾ പൂർണ്ണമായിട്ട് ഇടപെടുമ്പോഴാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഈ തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ചു തരും ഓരോ സമയങ്ങളിലും നമ്മൾ എവിടെയൊക്കെ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. ആ മാറ്റം വരുത്തുവാനായിട്ട് നമ്മൾ തയ്യാറാണ്. അതുകൊണ്ടാണ് ഭയങ്കര ശക്തമായ ഒരു വചനമല്ലേ 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അവൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. അതായത് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു പേരല്ല, ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇഴുകിച്ചേർന്ന് ഒന്നിച്ച് റിലേഷൻഷിപ്പിൽ നടക്കുന്നതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത്. അതായത് ദൈവാത്മാവ് നമ്മളെ നടത്തുവാൻ തുടങ്ങും. അപ്പോൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലേക്ക് ഓരോ ദൈവമക്കളും കടന്നു വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ അനുഗ്രഹം പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നമ്മുടെ കൈ പിടിച്ച് നമ്മളെ നടത്തും, യഥാർത്ഥ വഴികളിലൂടെ, സത്യത്തിൽ നമ്മളെ നടത്തും. അപ്പം നമ്മൾ യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വഴിയിൽ നടക്കുമ്പോൾ അവൻ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. നമ്മുടെ സ്വഭാവത്തിന് ഭയങ്കര മാറ്റമുണ്ട്. അപ്പോൾ ഒരാൾ ആത്മാവിൽ നിറഞ്ഞു ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ ആളുടെ സ്വഭാവമാണ് ഭയങ്കരമായിട്ട് മാറേണ്ടത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവെ അങ്ങനെ സഹായിക്കണമേ, എനിക്ക് വലിയൊരു രൂപാന്തരം ആവശ്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കും. ശരിയായി നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു രൂപാന്തരം ആവശ്യമുണ്ട്, എൻ്റെ സ്വഭാവത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഒന്ന് പ്രവർത്തിക്കണം എന്നാഗ്രഹിക്കുന്നവർ മാത്രം നിങ്ങളുടെ കൈകളെ ഉയർത്തിപ്പിടിക്കും. പിതാവേ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും, ഞങ്ങൾക്കൊരു രൂപാന്തരം ഉണ്ടാകണം. ഞങ്ങളുടെ സ്വഭാവത്തിനകത്ത് ഞങ്ങൾ യേശുവിനെ റിഫ്ലക്റ്റ് ചെയ്യണം. ഞങ്ങളുടെ അകത്ത് ഒരു വലിയ ചേഞ്ച് ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ അകത്ത് ഭയങ്കരമായ ഒരു ചേഞ്ച് ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിനോട് കൂടെ ചേർന്ന് ഈ പകൽക്കാലം മുന്നോട്ട് പോകുക കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ തലയെ കർത്താവ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും നന്മയും കണ്ണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മളെ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.